ഹലോ എവരിവൺ, വെൽക്കം ടു ഇൻസൈഡ് റിസർച്ച് അനലിറ്റിക്സ് വീക്ക്ലി മാർക്കറ്റ് റിപ്പോർട്ട്. ഈ ഒരാഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2026 ജൂൺ 22 മുതൽ 25 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരാഴ്ച ഇന്ത്യൻ ഓഹരി വിപണി മികച്ച തിരിച്ചുവരവാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അവധി കാരണം 4 ട്രേഡിംഗ് സെക്ഷനുകൾ മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിലും സെൻസസും നിഫ്റ്റിയും മികച്ച നേട്ടത്തോടെയാണ് ഈ ഒരാഴ്ചയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. സെൻസസ് ഏകദേശം 298 പോയിന്റ് ഉയർന്ന് 77,100-ലും നിഫ്റ്റി 24,000-ന് മുകളിലുമാണ് ക്ലോസ് ചെയ്തത്. ആഴ്ചയുടെ തുടക്കത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞതും വിദേശ നിക്ഷേപകരായ FIIs വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വാങ്ങൽ നടത്തിയതുമാണ് വിപണിയെ കൂടുതൽ കരുത്താക്കി മാറ്റിയത്. തിങ്കളാഴ്ച വിപണി ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ ചൊവ്വാഴ്ച ആഗോള വിപണിയിലെ ദൗർബല്യം, വിദേശ നിക്ഷേപകരുടെ വിൽപ്പന, കൂടാതെ സമീപകാല റാലിക്ക് ശേഷമുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് എന്നിവ കാരണം സെൻസസിൽ ഏകദേശം 900 പോയിന്റിൽ ഇടിവുണ്ടായി. എന്നാൽ അതിനുശേഷം ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വിപണി ശക്തമായി തന്നെ തിരിച്ചു വന്നു. നിഫ്റ്റി വീണ്ടും 24,000 പോയിന്റ് തിരിച്ചു പിടിക്കുകയും ആഴ്ച മുഴുവൻ അതിനു മുകളിൽ തന്നെ നിലനിൽക്കുകയും ചെയ്തു. ഇത് ഇന്ത്യൻ വിപണിയുടെ കരുത്തിനെയും നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെയും വീണ്ടും തെളിയിക്കുന്നതാണ്. ആഗോള അനിശ്ചിതത്വങ്ങൾ തുടരുന്ന സാഹചര്യത്തിലും ഇന്ത്യൻ വിപണി വളരെ മികച്ച രീതിയിൽ നിലനിൽക്കുന്നുവെന്നും ദീർഘകാല നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ ഒരാഴ്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി മാറിയത്. സാമ്പത്തിക രംഗത്ത് ഈ ഒരാഴ്ച പുറത്തുവന്ന പ്രധാന കണക്കുകൾ ഒരു മിക്സ്ഡ് ചിത്രമാണ് നമുക്ക് നൽകുന്നത്. റിസർവ് ബാങ്കിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരണം ഏകദേശം $10 ബില്യൺ കുറഞ്ഞ് $671.63 ബില്യൺ എന്നാൽ ഇത് പ്രധാനമായും സ്വർണ്ണ ശേഖരത്തിന്റെ മൂല്യത്തിൽ ഉണ്ടായ ഇടിവ് മൂലമാണെന്നും വിദേശ കറൻസി ആസ്തികൾ ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ശ്രദ്ധേയമായത്. അതേസമയം തന്നെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 8 വ്യവസായ മേഖലയുടെ വളർച്ച മെയ് മാസത്തിൽ വെറും 0.5% കുറഞ്ഞ് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ 21 മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കുകളിൽ ഒന്നാണിത്. കൽക്കരി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം, വളം തുടങ്ങിയ പ്രധാന മേഖലയിൽ ഉൽപാദനം കുറഞ്ഞപ്പോൾ സ്റ്റീൽ, സിമന്റ്, വൈദ്യുതി മേഖലയിലാണ് വളർച്ച കൂടുതൽ നിലനിർത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ തന്നെ HSBC പുറത്തുവിട്ട PMI റിപ്പോർട്ടുകളും സ്വകാര്യ മേഖലയിലെ വളർച്ച കുറച്ചുകൂടി സ്ലോ ആയെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മാനുഫാക്ചറിംഗ് PMI 54.5 ആയതും സർവീസ് PMI 57.3 ആയി കുറഞ്ഞെങ്കിലും ഇവ രണ്ടും ഇപ്പോഴും 50-ക്ക് മുകളിലായതിനാൽ സമ്പദ് വ്യവസ്ഥ വളർച്ചാ പാതയിൽ തന്നെയാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അതിനാൽ വളർച്ചയുടെ വേഗത കുറവായിരുന്നെങ്കിലും ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ശക്തമാണെന്നാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരാഴ്ച വിപണിയെ സ്വാധീനിച്ച മറ്റൊരു പ്രധാന വിഷയം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിനെ കുറിച്ചുള്ള പ്രതീക്ഷകളായിരുന്നു. 2 രാജ്യങ്ങളും വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള ചർച്ചകളിലാണെന്നുള്ള റിപ്പോർട്ടുകൾ നിക്ഷേപകരിൽ കൂടുതൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുകയുണ്ടായി. ഈ ഒരു കരാർ യഥാർത്ഥമാവുകയാണെങ്കിൽ IT, ഫാർമ, എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ ഘടകങ്ങൾ, ടെക്സ്റ്റൈൽ തുടങ്ങിയ നിരവധി കയറ്റുമതി മേഖലകൾക്ക് വലിയൊരു ഗുണം ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ വിദേശ നിക്ഷേപകരുടെ വാങ്ങൽ വീണ്ടും ശക്തമായതും ഇന്ത്യൻ വിപണിക്ക് പിന്തുണയായി. അടുത്ത മാസങ്ങളിൽ പലിശ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾ കുറയുകയും ക്രൂഡ് ഓയിൽ വില താഴ്ന്ന നിലയിൽ തുടരുകയും ചെയ്തതോടെ നിക്ഷേപകർ വീണ്ടും റിസ്ക് എടുക്കാൻ തയ്യാറാകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയുടെ ആഭ്യന്തര ഉപഭോഗവും സർക്കാർ നിക്ഷേപങ്ങളും ശക്തമായി തുടരുന്നതിനാൽ ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ കൂടുതൽ ആകർഷകമായ നിക്ഷേപ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിദേശ ഫണ്ടുകൾ വീണ്ടും ഇന്ത്യൻ വിപണിയിലേക്ക് കയറാനുള്ള പ്രവണതയും ഈ ഒരാഴ്ച വ്യക്തമായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമസഭയുടെ മൺസൂൺ സമ്മേളനം ജൂൺ 22 മുതൽ ജൂലൈ 10 വരെ മുംബൈയിൽ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ, അടിസ്ഥാന സൗകര്യ വികസനം, കാർഷിക മേഖല, വ്യവസായ നിക്ഷേപങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി സുപ്രധാന തീരുമാനങ്ങൾ ഈ ഒരു സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ആഗോള വിപണിയിൽ വലിയ ചാഞ്ചാട്ടങ്ങളാണ് ഈ ഒരാഴ്ച കണ്ടിട്ടുള്ളത്. അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകളെ കുറിച്ചുള്ള അനിശ്ചിതത്വം, സാങ്കേതിക ഓഹരിയിലെ വലിയൊരു ഇടിവ്, മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സംഘർഷം എന്നിവ ആദ്യ ദിവസങ്ങളിൽ വിപണിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ദക്ഷിണ കൊറിയയും മറ്റ് ഏഷ്യൻ വിപണിയും ടെക്നോളജി ഓഹരികളുടെ വിൽപ്പന കാരണം കനത്ത തിരിച്ചടി നേരിട്ടു. യൂറോപ്യൻ വിപണിയിലും അവസാന ദിവസങ്ങളിൽ മികച്ച തിരിച്ചുവരവാണ് നടത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും പലിശ നിരക്ക് തീരുമാനങ്ങൾ, ക്രൂഡ് ഓയിലിന്റെ വില, ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ എന്നിവ ഇപ്പോഴും ആഗോള വിപണിയെ ശക്തമായി സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളായി തുടരുകയാണ്. വരും ആഴ്ചകളിൽ ഇന്ത്യൻ വിപണി ദിശ നിർണ്ണയിക്കാൻ നിരവധി പ്രധാന ഘടകങ്ങളുണ്ട്.
ഒന്നാമതായി, വിദേശ നിക്ഷേപകരുടെ വാങ്ങൽ തുടരുമോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമതായി, ക്രൂഡ് ഓയിലിന്റെ വില വീണ്ടും ഉയരുന്നുണ്ടോ എന്നതും വളരെ നിർണായകമാണ്. കൂടാതെ ഇന്ത്യ അമേരിക്കൻ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട പുതിയ പ്രഖ്യാപനങ്ങൾ, മൺസൂൺ പുരോഗതി, വ്യവസായ ഉൽപ്പന്ന കണക്കുകൾ, PMI ഡേറ്റ, ആഗോള കേന്ദ്ര ബാങ്കുകളുടെ പലിശ നിരക്ക് തീരുമാനങ്ങൾ എന്നിവയും വിപണി സ്വാധീനിക്കുന്നതാണ്. നിലവിൽ നിഫ്റ്റി വീണ്ടും 24,000 പോയിന്റിന് മുകളിലായി നിലനിൽക്കുന്നത് ഒരു പോസിറ്റീവ് സിഗ്നലാണ്. എന്നാൽ ഈ ഒരു നില തുടരുന്നതിനാൽ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും വിദേശ നിക്ഷേപകരുടെ പിന്തുണയും ഒരേപോലെ ആവശ്യമാണ്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മികച്ച നിലവാരമുള്ള കമ്പനികളിൽ ഘട്ടം ഘട്ടമായി നിക്ഷേപം തുടരാൻ ഇപ്പോൾ നല്ലൊരു അവസരമുണ്ട്. അതേസമയം ട്രേഡേഴ്സ് ആഗോള വാർത്തകളും ക്രൂഡ് ഓയിലിന്റെ വിലയും അമേരിക്കൻ സാമ്പത്തിക സൂചനകളും ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കേണ്ട ഒരു സമയമാണിത്. കൂടുതൽ മാർക്കറ്റ് അപ്ഡേറ്റ്സിനും ആഴത്തിലുള്ള സാമ്പത്തിക വിശകലനത്തിനും ഇൻസൈഡ് റിസർച്ച് അനലിറ്റിക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.